നമസ്കാരം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഓയിലിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ശ്രീരത്നം തുളസിയാതി ഓയിൽ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗക്രമം ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഉപയോഗക്രമം വെരിക്കോസ് വെയിന് ഇതിൻ്റെ ഉപയോഗക്രമം വ്യത്യാസമാണ്. വെരിക്കോസ് വെയിൻ, കണ്ടൽ വേദന ഇവയ്ക്ക് നമ്മുടെ എണ്ണ ചൂടാക്കി ശേഷം ചെറുനാരങ്ങ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് സഹിക്കാവുന്ന ചൂട്ടോടെ നമ്മുടെ കാലിൻ്റെ മുട്ടിലും അതുപോലെ തന്നെ മസിലിലും ഉഴിഞ്ഞു കൊടുക്കുക, അമർത്തി ഉഴിഞ്ഞു കൊടുക്കുക ചൂടോടുകൂടി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കണ്ടലിലും ഈ പ്രയോഗം തന്നെ ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഇത് അമർത്തി ഉഴിഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ തോർത്ത് കൊണ്ട് ആവി പിടിക്കും. അത് ഈ എണ്ണ തുടച്ച് കളയാതെ തന്നെ ഈ എണ്ണ ഇരിക്കലെ തന്നെ നമ്മൾ ആവി കൊടുക്കണം. തോർത്ത് കൊണ്ട് ആവി കൊടുത്ത് ഇതേപോലെ സഹിക്കാവുന്ന ചൂട്ടോടെ തന്നെ ആവി കൊടുക്കുമ്പോൾ തോർത്തുകൊണ്ട് ഉഴിഞ്ഞു കൊടുക്കുക, അമർത്തി ഉഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ രക്തമൊക്കെ ഈ ഞരമ്പുകളിൽ കട്ട പിടിച്ചതാണെങ്കിൽ അതൊന്ന് അലിയും. ചൂട് ചെല്ലുമ്പോൾ നമ്മുടെ മരുന്ന് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കും. ഇപ്പോൾ ഇതേപോലെയുള്ള ഉപയോഗക്രമം ചെയ്ത് കഴിഞ്ഞാൽ കാലിലെ കഴപ്പും വേദനയും എല്ലാം നമുക്ക് എന്താ പറയുക മാറിക്കിട്ടും. ഇത് കൂടെ ദിവസത്തിൽ 2, 3, 4 പ്രാവശ്യം ഇത് ഈ ചൂട് കൊടുക്കലും ആവി കൊടുക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗശമനം കിട്ടുന്നതായി. വേദന, കലപ്പുകൾ, തണ്ടിൽ വേദന ഇവയ്ക്കൊക്കെ എന്താ പറയുക ഒരു പരിഹാരം തന്നെയാണത്. നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ചെയ്യണം ഉപയോഗം. ചൂട് കൊടുക്കലും ആവി കൊടുക്കുന്നതും ഒക്കെ ചൂട്ടോട് കൂടി എണ്ണ, അതായത് ചെറുനാരങ്ങ കഴുകി തുടച്ച് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് കിഴി പോലെ പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ അത് 1-2 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുനാരങ്ങ എടുത്ത് മാറ്റി കഴിഞ്ഞ് പിന്നെ വേറൊരു ചെറുനാരങ്ങ അതേ പ്രകാരം വെച്ചുകൊണ്ട് ഇതേപോലെ ആവി കൊടുക്കുക. ഈ ചൂട് കൊടുക്കുക, ചൂടും പിന്നാലെ ആവി കൊടുക്കുക. ഇത് തുടർന്ന് നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും അത്രയും ഗുണം ചെയ്തിരിക്കും. ഈ രോഗങ്ങൾ വളരെയധികം പേർക്ക് രോഗശമനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിക്കുക തന്നെയല്ല, വിശ്വാസത്തോടു കൂടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് രോഗം എത്രയും പെട്ടെന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നന്ദി.